ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് ആയി, പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാ പോകേണ്ടത് എന്നറിയത്തില്ല, അത് കൺഫ്യൂസ്ഡ് ആയിട്ട് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു റീസെറ്റ് ബട്ടൺ ഞെക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു പ്രൊഡക്ടിവിറ്റി വീഡിയോ ഒന്നല്ല. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ലോസ്റ്റ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഞെക്കുന്ന ഒരു റീസെറ്റ് ബട്ടൺ ആണ്. അതൊരു സിമ്പിൾ പ്രോസസ്സാണ്, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എന്തോ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ളൊരു ചെറിയൊരു പ്രോസസ്സാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, പക്ഷെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഹായ് നന്ദീപ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് എന്താ ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്, നമ്മൾ ആകെ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി വേണമെങ്കിൽ നമുക്ക് എന്താണ് ലൈഫിൽ വേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് എഴുതുക എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതൊന്നും ഇപ്പോൾ കൺസിഡർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും നമ്മൾ കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നത്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ബുക്കോ ഒരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എന്തെങ്കിലും എടുക്കുക. അതിൽ നമുക്ക് നമ്മൾ ചെയ്യണമെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും, അത് ഡ്രീംസ് ആയിക്കോട്ടെ, ഗോൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇനി ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നതോ അല്ലെ പഴയ ആഗ്രഹങ്ങളോ അല്ലെ ഇനിയിപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതെല്ലാം അങ്ങോട്ട് ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് നമുക്ക് ആഗ്രഹമുള്ള കാര്യമാണ് നമ്മൾ എഴുതുന്നത്. ബാക്കിയുള്ളവർ നമ്മളായി തീരണം എന്ന് കരുതുന്ന സംഭവങ്ങളല്ല എഴുതുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഇപ്പോൾ വിസിലടിക്കണം, നന്നായിട്ട് ചൂളം അടിക്കാനായിട്ട് പഠിക്കണം. അത് വളരെ സിമ്പിൾ ഒരു ആഗ്രഹമാണെങ്കിൽ പോലും അതിന് പ്രാക്ടീസ് ആവശ്യമാണ് അല്ലേ. അല്ലെങ്കിൽ എനിക്കൊരു പാട്ട് പാടണം, എനിക്കൊരു എന്താണ് ഡാൻസ് റീൽ ചെയ്യണം. ഞാൻ ഓൾറെഡി ഒരു ഡാൻസ് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യവും അവസാനമൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ തുടങ്ങിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മുടെ ഹെൽത്ത്, അല്ലെങ്കിൽ പുതിയൊരു ജോലി, അല്ലെങ്കിൽ പുതിയൊരു കരിയർ, എന്ത് വേണേ ആവാം, ഇതെല്ലാം അങ്ങോട്ട് ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മളെപ്പോഴും ലോസ്റ്റ് ആയി പോകുന്നതിന്റെ റീസൺ നമുക്ക് ചുറ്റും ഒത്തിരി നോയ്സ് ഉണ്ട്. വേറെ ആൾക്കാർ എന്തുകൊണ്ട് നീ ഇങ്ങനെ ആയില്ല, അല്ലെങ്കിൽ എന്താ നീ ഇങ്ങനെ ആയി പോയത് എന്ന് ചോദിക്കുന്നത് തുടങ്ങിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ അവർ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഒരു ചായ വന്നു, പിന്നെ ഞാനും അങ്ങനെ ആയിക്കാരം. അങ്ങനെയുള്ള ഒത്തിരി അധികം നോയ്സ് നമ്മുടെ ചുറ്റിലുണ്ട്. പക്ഷെ അതിന് നമുക്കൊരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് വേണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ഒരു ക്ലാരിറ്റിയാണ്, എന്താണ് എനിക്ക് ശരിക്കും വേണ്ടത്, എന്നിട്ട് നമുക്ക് അതിന് വർക്ക് ചെയ്ത് തുടങ്ങാം.